ഹലോ, ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം നീതുവാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് വന്നേക്കുന്നത് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൈയൊക്കെ നന്നായിട്ട് തരിക്കണമെന്നേ. ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, ഇന്നല്ല 2 ദിവസം മുമ്പ് കണ്ടത്. ഇവിടെ ഉള്ള ഇസ്രായേലിലുള്ള ഒരു ചേച്ചി, ആ ചേച്ചി അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് വന്നിട്ടൊക്കെ കുറച്ച് വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് കട്ട് ചെയ്തെടുത്തിട്ട് പോയി കുറേ തന്തയില്ലാത്തവന്മാര് വീഡിയോ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതിനെതിരെ ഇസ്രായേലുള്ള നമ്മളും ഒന്ന് പ്രതികരിക്കണ്ടേ? അല്ലാത്ത ഞാൻ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ്. ഇതെന്താ, ഇതിപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വന്നതാണ്. അതായത് 55 ഷെക്കൽ 83 അഗോറത്ത്. ഇത് ഇവരുടെ കാശിന് ഞാൻ മേടിച്ചതാണ്. ഇതൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടി തന്നെയാണ്. ഇത് പിന്നെ ഇതൊക്കെ കുറച്ച് നട്ട്സും അതും ഇതൊക്കെ കണ്ട. എനിക്ക് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രൂട്ട്സ്, ഡയറ്റ് ബിസ്ക്കറ്റ്, എനിക്ക് ചോറ് വെക്കാൻ അരി, ഇതൊക്കെ ഇവരുടെ കാശിന് മേടിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ഫുഡ് തരാതൊന്നുമില്ല. ഇന്നലെ മകൻ വന്നപ്പോൾ കൊണ്ടു തന്നതാണ് എനിക്ക്. ബദാം, അണ്ടിപ്പരിപ്പ് എനിക്കാണ്. ഇത് ഈമയ്ക്ക് കഴിക്കാൻ പറ്റില്ല. കപ്പലുണ്ട്, ഇതൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടു തരുന്നതാണ്. അപ്പം ഇവിടെ ഫുഡില്ലാതെ വെള്ളമില്ലാതെന്ന് ആരും കിടപ്പില്ല. ഒരാൾ എവിടെയെങ്കിലും കിടക്കണമെന്നും പറഞ്ഞിട്ട് ആൾ ഇത്ര നാളും ഇവിടെ ഫുഡ് കഴിക്കാനാണ് ജീവിച്ചത്. എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. അപ്പം ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ വെക്കാം. ഓക്കെ. ആരാന്നറിയാത്തത് കൊണ്ട് ഇസ്രായേലിൽ കണ്ടവന്റെ ചന്തി കൈകി ജീവിക്കുന്ന ഒരു കൂട്ടം സംഘികളും ക്രിസംഘികളും ഉണ്ട്. ഇവർക്ക് നമ്മുടെ മോങ്ങിജി അവിടെ പോയിട്ട് മക്കളെ ഇതാണ് നിങ്ങളുടെ തന്ത എന്ന് കാണിച്ച സമയം മുതൽ ആ തന്തക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം മലയാളികളായിട്ടുള്ള സംഘികളും ക്രിസംഘികളും. അപ്പം യുദ്ധം വരുന്ന സമയത്ത് തന്നെ അവിടെ വെക്കുന്ന ബോംബുകളും അല്ലെങ്കിൽ അവിടെ വെക്കുന്ന മിസൈലുകളും ഒന്നും കാണാണ്ട്, ബങ്കറുകളൊന്നും ഒളിക്കാണ്ട് ഇപ്പോഴും അവിടെ സ്വൈര്യവിഹാരം നടത്തുന്ന അച്ഛന്റെ ഇത്രയുള്ള മറുപടി ഞാൻ പറയാം. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിലേക്ക് വന്നത്. വരുന്നതിന് മുമ്പേ അറിയാമായിരുന്നു ഇവിടെ വന്നിട്ട് ചന്തി കഴുകണമെന്ന്. പിന്നെ താങ്കൾ ചന്തി കഴുകാറില്ലേ? എനിക്കൊരു സംശയം. കേരളത്തിലെല്ലാവരും പൈപ്പ് വെച്ചും കപ്പ് വെച്ചും ഒക്കെ ചന്തി കഴുകി തന്നെയാണ് അപ്പി കഴുകാറുള്ളത് അല്ലേ? താങ്കൾ ഇനി എങ്ങനെയാണ് കഴുകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ ചന്തി കഴുകാറുണ്ട്. അപ്പം പിന്നെ ഒരാളുടെ ചന്തി കൂടി കഴുകി കൊടുക്കുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ചന്തി കഴുകലല്ല കേട്ടോ, ഇവിടെ ചന്തി തുടയ്ക്കലാണ്. നമുക്ക് വൈപ്സ് ഉണ്ടാവും, പിന്നെ ഗ്ലൗസ് ഉണ്ടാവും. കയ്യിൽ 2 കയ്യിലും ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല പക്കാ സേഫ്റ്റിയോട് കൂടിയാണ് നമ്മൾ ആ ചന്തി തുടച്ചു കൊടുക്കുന്നവർക്ക്. ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, നീക്ക് ഇപ്പം പറഞ്ഞ് ആഘോഷിക്കുന്നില്ല ആ ചേച്ചി, പ്രാർത്ഥിക്കുന്ന ചേച്ചി, ആ ചേച്ചി എന്ന് നന്നായിരിക്കട്ടെ. ജോലി ചെയ്യുന്ന സ്ഥലത്തോട് ഒരല്പം പോലും ആത്മാർത്ഥതയും കൂറുമില്ലാതെ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ റീച്ചിന് വേണ്ടി പറഞ്ഞു കൂട്ടിയതായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ. വെറും റീച്ചിന് വേണ്ടിയിട്ട്, വെറും പബ്ലിക് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം, ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി. ചേച്ചിക്ക് ശമ്പളം കിട്ടുന്നതൊന്നും തികയുന്നില്ല. അതുകൊണ്ട് ചേച്ചി കുറച്ച് ഫോളോവേഴ്സിനെയും ഫേസ്ബുക്ക് ഇപ്പോൾ കുറേ പൈസ കൊടുക്കുന്നതായിട്ടൊക്കെ കണ്ടതുകൊണ്ട് ചേച്ചി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ആരെ അതൊന്നും ബാധിക്കുന്നില്ല. ഞങ്ങൾ ആരെ റീച്ചിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിവിടെ ഒന്ന് പറയണം തോന്നിയത്, ഇത് റീച്ച് ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും സത്യാവസ്ഥ അറിയണം. ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ സർവ്വസ്വതന്ത്രരാണ്. യുദ്ധമാണെന്നും പറഞ്ഞിട്ട് അടച്ചു മൂടിക്കെട്ടി വീട്ടിൽ ഇരിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ വർക്കൗട്ടിന് ചെയ്യേണ്ടത് താഴെ ചെയ്യുമ്പോൾ വർക്കൗട്ടിന് പോകുന്നുണ്ട്. അലാറം വരികയാണെങ്കിൽ തിരിച്ചു കയറും. പിന്നെ ഈ അലാറം വരുമ്പോൾ ഞങ്ങൾ ബങ്കറിൽ ഒളിക്കുന്നു എന്ന് പറയുന്നവരോടൊന്നും മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും കത്തിയും കൊണ്ട് കുത്താൻ വരുമ്പോൾ ആരും നെഞ്ചും വിരിച്ച് നിന്ന് കൊടുക്കില്ല. മരണം തൊട്ട് മുന്നിൽ വരുമ്പോൾ ആരും നെഞ്ചു പിരിച്ച് നിൽക്കില്ല. അപ്പം സേഫായിട്ടുള്ള സ്ഥലങ്ങൾ പോവും. അത്രയും സേഫ്റ്റി ഞങ്ങൾക്ക് ഇവിടെ IDF ഒരുക്കുന്നുണ്ട്. 100-150% IDF ഒരുക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് വരുന്ന ഓരോ മിസൈൽസും എങ്ങനെയാണ് IDFും അയൺ ഡോമും ഇന്റർസെപ്റ്റ് ചെയ്ത് കളയുന്നതെന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്തും ദൈവത്തിന്റെ സംരക്ഷണം ഈ മണ്ണിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലുള്ളവരെ തിരിച്ചു നാട്ടിലേക്ക്, ഭയപ്പെടുത്തുന്ന യുദ്ധമായിട്ട് പോലും തിരിച്ചു നാട്ടിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ തന്തയില്ലാത്തവരെന്ന് വിളിച്ച ചേട്ടന്മാരോടും ഞങ്ങൾ അപ്പി കഴുകുന്നു എന്ന് പറഞ്ഞ ചേട്ടന്മാരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. തന്തയില്ലാത്തവരാണ്, അപ്പി കഴുകാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അപ്പി കഴുകൽ ജോലിക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. നന്നായിട്ട് കാശും കിട്ടുന്നുണ്ട്, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.